എന്താ ധനുഷ്കോടി ഉറങ്ങിയ? ഏയ് 100 ആയസാ. അതെന്താ? ഞാൻ ചാണ്ടിച്ചനെ കുറിച്ച് ആലോചിച്ചിരിക്കായിരുന്നു. എന്നെ കുറിച്ച് എന്താ ആലോചിച്ചത്? നല്ലതോ ചീത്തയോ? ആ അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് ചാണ്ടിച്ചനെ കുറിച്ച് ആലോചിക്കാൻ നല്ലത് മാത്രമല്ലേ ഉള്ളൂ. സ്നേഹനിധിയായ അയൽക്കാരൻ, കരുണാമയനായ വീട്ടുടമ, വാത്സല്യനിധിയായ വെല്ലേട്ടൻ, ഇതൊക്കെയാണ് എനിക്ക് ചാണ്ടിച്ചൻ. എന്നാ പിന്നെ ഇത്തിരി തണുത്തോളം 2 ഗ്ലാസ് കിടക്ക്. പനിനീരൊഴിച്ച് ആ സൗഹൃദം നമുക്ക് ഊട്ടി ഉറപ്പിക്കാം. എനിക്ക് വേണ്ട. അതെന്താ? അല്ല, നാളെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ സ്വന്തം മുഖം പോലും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അയ്യോ, അതൊക്കെ അടിച്ചു ഓടിച്ചില്ല. എല്ലാത്തിനും നല്ല ക്ലീൻ ISI മാർക്കുള്ള സാധന. ഒരെണ്ണടി. അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഞാനടിക്കാം. ഇതെല്ലാം ചാണ്ടിച്ചിന് തന്നെ ഉള്ളതല്ലേ, പിന്നെ എന്തിനെത്ര ആർത്തി? ആർത്തി അല്ല നീയ, സംതൃപ്തി. നിന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാതെ വെച്ചാ ചാണ്ടിച്ചിനതൊരു ആശ്വാസ. താഴെ ഇരുന്ന് കഴിച്ച സൂസന ചേച്ചി ഓടിക്കുമല്ലേ? അവളാരാ? അവളെനിക്ക് ആരുമല്ല. പക്ഷേ നീ എനിക്കെല്ലാമാണ്, എല്ലാം. വേണ്ടി വന്ന ചാണ്ടിച്ചൻ ഇവിടെ വെച്ച് ഇപ്പൊ മരിക്കും. വേണ സ്നേഹത്തോടെ ആണെങ്കിലും ചാണ്ടിച്ചൻ ജയിലിലാക്കണ വർത്താനം പറയുള്ളൂ അല്ലേ? എനിക്കൊന്നും മതി, എന്റെ കുടിശ്ശിക. എത്ര മാസത്തെ കുടിശ്ശികയാണ് ഞാൻ നിനക്ക് തരാനുള്ളത്? ചാണ്ടിച്ചൻ ഫിറ്റായോ? ഞാനല്ലേ വാടകക്കാരൻ? ഇല്ല. എത്ര രൂപ ഞാൻ നിനക്ക് തരാനുള്ളത്? ചാണ്ടിച്ച 3 മാസത്തെ വാടക ഞാൻ അങ്ങോട്ട് തരാനുള്ളത്. അല്ല, നീ എനിക്ക് വാടക തരാനില്ല. നീ എന്റെ പൊന്നു മോനല്ലടാ. ഇല്ല, ഞാൻ തരും. എവിടെന്താണ് ഈ ശരീരി? നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ആളെ കാണാനില്ല. എവിടെ? അത് ശരി, അപ്പോ ആ അവസ്ഥയിലായല്ലേ ധനുഷ്കോടി? നിങ്ങൾ ചാണ്ടിച്ചന്റെ ചരിത്രം നശിപ്പിക്കാനുള്ള പുറപ്പാടിലാണല്ലേ? ഇത് ഞാൻ സമ്മതിക്കില്ല. പല്ലും നഖവും ഉപയോഗിച്ച് ഞാൻ ഇതിനെ എതിർക്കും. എന്നാ പല്ല് ഞാൻ അടിച്ചെറുപ്പിക്കും. ചാണ്ടിച്ചൻ കേട്ടില്ലേ? സ്വന്തം മകനെയാണ് ഒരു അന്യപുരുഷം മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് കേട്ടിട്ട് ചാണ്ടിച്ചൻ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലേ? നിന്നെ പിടിച്ച് പുറത്തേക്കറിയാൻ തോന്നുന്നു. ചിരിക്കണ്ട ചിരിക്കണ്ട, എന്റെ പ്രതികരണ ശേഷി എന്താണെന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. സൂസന്നേ, ഇവിടെ ചാണ്ടിച്ചൻ ക്രിസ്ത്യാനിക്ക് പേര് കഴിക്കുന്നേ. ഒന്നും മിണ്ടാതിരിക്കട്ടെ ചക്കരേ. അങ്ങനെ ഒരു പരസ്പര ധാരണയിൽ വാ മോനെ ദിനേശ. ഒരൊഴുക്കി ഒരു 60 ഒഴിക്കുന്നു. നിന്റെ വലിപ്പത്തിന്റെ 60 തുള്ളി പോരടാ. ഇന്നാ തുള്ളിയെങ്കി തുള്ളി. എടാ ധനുഷ്കോടി, നീ എന്താടാ പറഞ്ഞേ? എന്റെ പല്ലടിച്ചു കൊഴിക്കുമെന്നല്ലേ? എടാ, എന്റെ അടുത്ത് കളിച്ച ഇടിച്ച് നിന്റെ കൂമ്പ് പാട്ട് കേട്ടാ ചേട്ടേ. എടാ ചാടിച്ച തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുമ്മി തെറിപ്പിക്കരുത്. ഇക്കണക്കിന് എനിക്ക് ജലദോഷം വന്നവൻ ചത്തുമില്ല. എന്താണ് ഈ കാണിക്കണത്? ഞാൻ മദ്യത്തിൽ മുങ്ങി കുളിക്കുകയാണ്. നോക്കി പഠിപ്പിക്കുന്നേ, നോക്കി പഠിപ്പിക്കുന്നേ. അങ്ങനെ ഒരു വിക്കറ്റ് പോയി. അതിന്റെ ലാഭം എനിക്ക്. ഉറങ്ങിക്കോട്ടാ. വൈരാജ വായി 1 വെച്ച 2, 2 വെച്ച 4, 4 വെച്ചാൽ 8. നോക്കി എന്നിട്ട് കാര്യമില്ല, സംഖ്യിച്ച് എന്നിട്ട് കാര്യമില്ല. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എവിടം വെക്കാം. നോട്ട് ഇട്ടാലേ നോട്ട് കൊണ്ടുപോകാൻ പറ്റും. 50, 20. ഇവിടെ ഇവിടെ വൈരാജ വായി. കാശുള്ളവൻ ഇട്ടോണ്ട് നിൽക്ക്, അല്ലാത്തവൻ കണ്ടോണ്ട്. അവിടെ കുറച്ച് പേര് കൂട്ടം കൂടി ഇരിക്കുന്നുണ്ടല്ലോ. എന്താ ബീരാനെ? മുച്ചിട്ട് കളിക്കാ സാറേ. 100, 200 മറ്റുള്ള കളിയാ. അവന്മാരിന്ന് പൊക്കിയിട്ട് തന്നെ കാര്യം. നിങ്ങളിത് എങ്ങോട്ടാ ചാണ്ടിച്ച? ഇന്നത്തോടു കൂടി അവിടെ പൊറുതിയാൻ അവസാനിപ്പിക്കും. ആരുടെ? ആ മോളിൽ കിടക്കുന്ന ഹനുമാന്റെ 3 മാസത്തെ വാടകയാണ് തരാനുള്ളത്. ഇന്ന് അവന്റെ അവസാന തത്താനായിരിക്കും. ചാണ്ടിച്ച, കൃഷ്ണകുമാർ ഇതേ അവസ്ഥയിലായിപ്പോ. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, പെങ്ങളെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ, സ്വന്തം ചോര വരെ വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥ. ഏത് കൃഷ്ണകുമാർ? കണ്ണീർ സാഗര സീരിയലിലെ കൃഷ്ണകുമാർ. അയ്യേ, കൃഷ്ണകുമാർ ചോര വെക്കാൻ നടക്കല്ലേ? അവനെന്താ ഇറച്ചിക്കടല ജോലി? കണ്ണി ചോറിൻ്റോടി. നിന്നെ പോലുള്ള അമ്മമാര് 24 മണിക്കൂർ ടിവിയുടെ മുമ്പിലിരുന്ന് കുഞ്ഞുങ്ങളുടെ വിറ്റ് ചവിട്ടിയാ. ഒടുവിൽ അവൻ പണക്കാരനായി വന്ന് പകരം ചോദിക്കും. അതെ, ഇവിടെ ഒരുത്തനെ ഡോക്ടറൊക്കെ വളർത്തി അവൻ കമ്പൗണ്ടർ പോലും. അയ്യോ, നമ്മുടെ മോന്റെ കാര്യമല്ല പറഞ്ഞത്. കണ്ണീർ സാഗരത്തിലെ കൃഷ്ണകുമാറേ. കണ്ണീർ വാതകോ? അയ്യോ, കണ്ണീർ വാതകം അല്ല. കണ്ണീർ സാഗര സീരിയലേ 7:30 മുതൽ 8 മണി വരെ ഉള്ളതേ. സീരിയലിന്റെ കാര്യം പറഞ്ഞ അടിക്കും ഞാൻ. എന്താണ് സ്മെല്ല്?
ടി വി കഴിഞ്ഞ അയ്യോ ടി വി കഴിയാനോ? 24 മണിക്കൂർ തുറന്നു വെച്ചേക്കല്ലേ. അത് ഇപ്പോഴത്തെ ഫാഷൻ അല്ലേ ചാണ്ടിച്ചായ? അതടി ഫാഷൻ. ഗ്യാസ് സ്റ്റവിന്റെ മുകളിൽ പാലിരിക്കുമ്പോഴും കുഞ്ഞുങ്ങളിരുന്ന് പഠിക്കുമ്പോഴും ടിവിയുടെ മുമ്പിൽ വായും തുറന്നിരിക്കുന്നത് വലിയ ഫാഷനാണ്. എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. അല്ല അവനെ ഉറങ്ങിണ്ടാവും. ഉറങ്ങാൻ വഴിയില്ല. അവന്റെ മുറിയിൽ ടി വിയിലില്ല. എന്റെ ബ്രാൻഡിന്റെ ഒരു സ്മെല്ല് അടിക്കണ്ടല്ല. എന്താണ് കാണിക്കുന്നത്? ചാണ്ടിച്ചന്റെ ഫീലിങ്സ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കഴിച്ചു പോയതാ. ബാക്കി ഇരിപ്പുണ്ട്, വീശിക്കോ. ഒരു വീശു വെച്ചെന്നാളില്ല. അത് തന്നെയാ പറഞ്ഞ വീശിക്കോളാൻ. സോഡ തീർത്തടാ. ചാണ്ടിച്ചായ വേണ്ട. മദ്യപിച്ചോണ്ട് മോളിൽ ചെന്നാ നിങ്ങൾ വാടക ചോദിക്കില്ല. അത് ശരിയാ. നിന്റെ ഒരു ബുദ്ധി കണ്ടോ? ഇതേ അവസ്ഥ തന്നെയാണ് അഡ്വക്കേറ്റ് ജോർജ് തോമസിന് സംഭവിച്ചത്. ഏത് അഡ്വക്കേറ്റ് ജോർജ് തോമസ്? ആദാമിന്റെ നട്ടൽ എന്ന സീരിയല്ലേ? എന്ത് പറഞ്ഞാലും ഒടുക്കത്തൊരു സീരിയല്. ആദാമിന്റെ നട്ടലല്ല, നിന്റെ നട്ടല് ഞാൻ തല്ലി പിടിക്കും. സ്കൂൾ ഡൗൺ ചാണ്ടിച്ച, സ്കൂൾ ഡൗൺ. മിസ്സസ് സൂസമ്മ ചാണ്ടിച്ചൻ, നിങ്ങളൊന്ന് പുറത്തുപോയി സീരിയൽ കാണൂ. ഞങ്ങൾ ഓരോന്ന് വീച്ചട്ടെ. എടാ, പഠിക്കുന്ന സമയത്താണ് കള്ളു കുടിക്കുന്നത്. DPP പ്രകാരം എങ്ങനെ മദ്യപിക്കാം എന്നതിനെ കുറിച്ച് ഞാൻ പഠിച്ചോണ്ടിരിക്കുക. അതെനിക്ക് മനസ്സിലായില്ല. ചാണ്ടിച്ചനും പഠിയും. ആഞ്ജനേയ, ചാണ്ടിച്ചന്റെ കാലാപാനി നിർത്തിയാൽ എന്റെ ഉറക്കം പെരുവഴിയിലാകും. അതുകൊണ്ട് എന്നും ഇവിടെ തന്നെ വന്നിരുന്ന് മോന്താൻ അങ്ങേർക്ക് തോന്നണേ. പിന്നെ എന്റെ ഇപ്പോഴത്തെ നിലയും വില അങ്ങേക്കറിയാലോ. 100ഓളം വരുന്ന തൊഴിലാളികളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മാനേജർ. വലിയ ബംഗ്ലാവും പണവും പ്രശസ്തിയും ഒക്കെ ആയിട്ട് കഴിയുകയാണെന്നാണ് ഞാൻ തുളസി എഴുതി അറിയിച്ചിരിക്കുന്നത്. അതവൻ വിശ്വസിച്ചോ ആവോ? വിശ്വസിച്ചോ? അത് മതി. വിശ്വസിച്ചേ പറ്റൂ. അത്രക്ക് അടിപൊളി സെറ്റപ്പിലാണ് അവൻ. 1-2 പേരല്ല, 100 പേരാണ് അവന്റെ ഓഫീസിൽ അവന്റെ കയ്യിൽ ജോലി ചെയ്യുന്നത്. സംശയം ഉണ്ടെങ്കിൽ കത്ത് വായിച്ചു നോക്ക്. അവനടുത്ത് ആരാണെന്ന് അറിയാമോ? ഇല്ല. മാനേജർ, മുതലാളിയുടെ അടുത്ത ആളാ. അവൻ അറിയാതെ ആ മുതലാളി അവിടെ ഒരു കാര്യവും ചെയ്യില്ലെന്ന്. പിന്നെ കമ്പനി വക വലിയ ബംഗ്ലാവ്, കുറെ ജോലിക്കാർ, AC കാർ, കുറെ പാടാ. പിന്നെന്ത് വേണം? ടൈം വാച്ചില്ലടാ. അതല്ലടോ അവന്റെ സമയം. അവന്റെ സമയം. എടാ തുളസി, ഈ പുഷ്കരൻ അവനെ പ്രത്യേകം ചോദിച്ചെന്ന് പറയണം. എനിക്ക് വയ്യ ഈ പുഷ്കരനൊക്കെ ചോദിക്കാൻ നേരമുണ്ടാ? തിരക്കല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു നോക്കാം. ഏതായാലും ഇനിവിടെ ഈ പുഞ്ചരിപ്പാട ഗ്രാമത്തില് നിങ്ങളോടൊപ്പം തേരാപ്പാര നടക്കാൻ ഈ തുളസി ഉണ്ടായിന്ന് വരില്ല. ഞാൻ പോകുന്നതിൽ നിങ്ങൾക്കൊക്കെ ദുഃഖമുണ്ടെന്നും എനിക്കറിയാം. അല്ല, ഇപ്പൊ തന്നെ നീ പോവാണോ? ഏയ്, ഇന്ന് രാത്രി ഒരാളോട് കൂടി എനിക്ക് യാത്ര ചോദിക്കാനുണ്ട്. ആരുമില്ല. അമ്മേ, അയ്യോ ഈശ്വര, തെങ്ങിന്റെ മുകളിലാണോ? ഈശ്വര, എല്ലാ രാത്രിയിലും പോലെ ഇന്ന് നീ എന്നെ കാത്തോളണമേ. തേങ്ങയുടെ ഒരു കോമഡിയേ. ഈശ്വര, ഉറങ്ങിയിട്ടുണ്ടാവല്ലേ? വിളിച്ചാ വിളി കേക്കണേ. ഇറങ്ങി വാ. അച്ഛൻ വേണ്ട, നീ മാത്രം മതി. അച്ഛൻ ഉറങ്ങിട്ടില്ല. ഉറങ്ങാതിരിക്കാൻ അമ്മാവനെന്താ സെക്യൂരിറ്റിക്കാരൻ? തമാശ കള തുളസേട്ടാ. പിന്നല്ലാതെ ഇത് എവിടുത്തെ ന്യായം? അനന്തരം അവന്റെ ഒരു ജോലി തരായിട്ടില്ല എന്ന് വിചാരിച്ച് അവൻ അവകാശപ്പെട്ട പെണ്ണെ വേറൊക്കെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ദുർവാസാവ് ചതിയനാ. എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. നടക്കില്ല. ഈശ്വര, നടന്നാണല്ലോ. ഇതാരാ ചെല്ലപ്പനമ്മാവനോ? ഇതെന്താ അസമയത്ത് ഈ വഴിക്ക്? തുളസി, കൊല്ലക്കുടിയിൽ സൂചി വെക്കല്ലേ. എടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ അടിച്ചറിയാതെ കാര്യം ഉത്തരവ്. അത് കൊള്ളാം. ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞുറപ്പിച്ച് എന്റെ മനസ്സിൽ കയറ്റി പ്രതീക്ഷിച്ച മനസ്സിൽ എവിടെയുണ്ടോ അവിടെ ഞാൻ എത്തും. കൈ കാശിന്റെ മിഠായി വാങ്ങാൻ കഴിവില്ലാത്ത നിനക്ക് എങ്ങനെയാടാ ഇവള് നിന്റെ പെണ്ണാണെന്ന് പറയാൻ തോന്നണേ? ഓ, അപ്പൊ കാശാണല്ലേ പ്രശ്നം? അതെ, കാശ് പറ്റിയ പ്രശ്നം. എങ്കിൽ കൈ നിറയെ കാശ് വേണ്ടി തുളസി വരും. എങ്കിൽ ഈ നിൽക്കുന്ന എന്റെ മകള് നിന്റേതായിരിക്കും. പക്ഷെ വാക്ക് മാറ്റരുത്. എന്റെ തല പോയാലും ശരി, ഞാൻ വാക്ക് മാറ്റൂല. ഈ തല എനിക്കൊരു പ്രശ്നമല്ല. ഈ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ഇതായി തുളസി പുറപ്പെടുകയാണ്. പുറപ്പെടാൻ നീ എന്താ കൊച്ചിൻ എക്സ്പ്രസോ? അമ്മാവാ, കൊച്ചിൻ എക്സ്പ്രസ് എന്ന് വിളിച്ച് എന്നെ കൊച്ചാക്കരുത്. 100 കണക്കിന് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഈ മെട്രോ പായുകയാണ്. അവിടുത്തെ മെയിൻ ആളായിട്ട് ഇപ്പൊ മുതൽ കാത്തിരുന്നു. എപ്പോ വേണമെങ്കിലും ഈ വീട്ടുമുറ്റത്തൊരു ബെൻസുകാരന്റെ എരമ്പൽ കേൾക്കാനായിട്ട്. കാണാം. കേറി പോടിയാത്ത്.